بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين الحمد لله വളരെ മുബാറക്കാണ് പ്രൗഢമായ അതുപോലെ തന്നെ നമ്മുടെ സദസ്സ് മഹാന്മാരായ സയ്യിദന്മാർ സമസ്ത കേരള ജമിയത്തുകളുടെ ബഹുമാന്യരായ മുഷാവറ മെമ്പർമാരടക്കമുള്ള ഉസ്താദുമാർ നമ്മുടെ സദസ്സിൽ പ്രഗത്ഭരായ ഉസ്താദുമാരാണ്, ആലിമീങ്ങളാണ്, അതിലേറെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നിഷ്കളങ്കരായ പ്രവർത്തകരാണ്. അല്ലാഹു നമ്മുടെ ഈ ശാലികളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന അമലും സ്വാലിഹായി അതിൽ സ്വീകരിക്കട്ടെ. വളരെ പ്രൗഢമായ ഒരു വിഷയാവതരണത്തിന് ശേഷം എന്നെ ക്ഷണിക്കപ്പെട്ടത് തബ്ലീഗ് ജമാഅത്ത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ്. വലിയ വലിയ ഉസ്താദന്മാരാണ് വേദിയിലും സദസ്സിലുമുള്ളത്. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ അറിവും പ്രഭാഷണവും എഴുത്തും സേവനങ്ങളും എല്ലാ നിലക്കും പ്രഗത്ഭമായ ഈ സദസ്സിൽ വിഷയസംബന്ധമായി ഏതാനും ചില സൂചനകൾ നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള ഉസ്താദുമാരെ, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റ് ബിദ്അഈ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, അതല്ലെങ്കിൽ കള്ളത്തെരീഖത്തുകളെ അപേക്ഷിച്ച് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് തബ്ലീഗ് ജമാഅത്ത്. പ്രയാസം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും സാധാരണക്കാരും അതുപോലെ തന്നെ ചില വേളകളിലൊക്കെ നമ്മൾ ഉസ്താദന്മാരും പ്രതിസന്ധിയിലാകുന്ന വിഷയമാണ് തബ്ലീഗ് ജമാഅത്ത്. പല ഉസ്താദന്മാരും പള്ളികളിലൊക്കെ ഖതീബായിക്കൊണ്ടും മുദരിസായിക്കൊണ്ടൊക്കെ സേവനം ചെയ്യുന്നവരായിരിക്കും. സദറുസ്താദന്മാരും ഉസ്താദുമാരായിക്കൊണ്ടും മറ്റുമുണ്ട്. ഇവർക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നാം സേവനം ചെയ്യുന്ന ഏരിയകളിൽ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകർ കടന്നു വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കേണ്ടുന്ന പല ആളുകളും അവരെ കുറിച്ച് പറയുമ്പോൾ അതിൽപ്പെട്ട പ്രശ്നം, അവരെങ്ങനെ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ലല്ലോ. അവർ പള്ളി വരുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ആളുകളോട് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നു, സുന്നത്തുകളെ കുറിച്ച് പറയുന്നു. വിഭാഗീയതകളോ ആളുകളെ എതിർക്കലോ ശല്യപ്പെടുത്തലോ ഇതൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. അവരങ്ങനെ ചെയ്തു പോയിക്കോട്ടെ, ഉസ്താദ് അതിനെ കുറിച്ചൊന്നും പറയണ്ട. അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ നാട്ടിൽ പ്രശ്നമാണ്. ഇതോടുകൂടി നമ്മുടെ ഉസ്താദന്മാർ ബുദ്ധിമുട്ടില്ല. പലപ്പോഴും സാധാരണക്കാരെ പ്രയാസപ്പെടാറുണ്ട്. കാരണം സാധാരണക്കാരുടെ മുന്നിൽ അവർ ദീനിന്റെ ശിആറുകളെ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു താല്പര്യം. അവർക്ക് പരിശുദ്ധമായ ദീനിന്റെ അഖീദകളെ കുറിച്ചോ മറ്റോ കൂടുതലൊന്നും അറിയുന്നവരല്ല. ബാഹ്യമായ പ്രകടനങ്ങൾ, ബാഹ്യമായ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണക്കാരും ചിന്തിക്കും ഇത് നല്ല വഴിയാണ് എന്ന്. ഇവിടെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രയാസം, തബ്ലീഗ് ജമാഅത്ത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഉസ്താദുമാരെ, തബ്ലീഗ് ജമാഅത്ത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ള വിഷയം പ്രസക്തമാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരായ ആളുകൾക്ക് മുന്നിൽ ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് ചില കള്ളത്തെരീഖത്തുകളെ പോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത്.
കള്ളത്തരീക്കത്തുകാരുടെ പ്രശ്നവും ഇതേ രൂപത്തിൽ തന്നെയാണ്. ഒരു വ്യക്തി തരീക്കത്തിന്റെ തഅലീമുകളിലേക്ക് മജ്‌ലിസുകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. എന്തോ ചില സാഹചര്യങ്ങളെ കൊണ്ട് ആ വ്യക്തി ആ തഅലീം ക്ലാസ്സിൽ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു, തിരിച്ചു വരുന്നു. അവരോട് നമ്മൾ ഉസ്താദന്മാർ ചോദിക്കുക എന്തേ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നത്? ആ വ്യക്തി നല്ല ആവേശത്തോടു കൂടി പറയും, അവിടെ ഉസ്താദെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സുന്നികളെ കുറിച്ചോ സമസ്തക്കാരെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ കുറച്ച് ദിക്റുകൾ ചെല്ലി, അള്ളാഹുവിനെ കുറിച്ച് നല്ല ഖൗഫ് ഉണ്ടാക്കുന്ന ചില ക്ലാസ്സുകളും കേട്ടു. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല അവതരണമായിരുന്നു. ചില ആളുകൾ ഒരു പടി കടന്നു പറയും, ഞങ്ങൾ ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു ഖൗഫ് ഉണ്ടാക്കുന്ന പ്രസംഗം കേട്ടിട്ടില്ല. എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ. പലപ്പോഴും തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകർ, അതിൻ്റെ പണ്ഡിതന്മാർ നമ്മൾ ഉസ്താദുമാരോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളെ അവരിലേക്ക് വശീകരിക്കുമ്പോഴൊക്കെ പറയാനുള്ള ഒരു രീതിയുണ്ട്. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ഞങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം. ഒരു 3 ദിവസം സൗകര്യപ്പെടുമെങ്കിൽ ഒരു 40 ദിവസം ഞങ്ങളുടെ കൂടെ വരുന്നത്. നിങ്ങൾ തബ്ലീഗാവൊന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഏതെങ്കിലും സാധാരണക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകളിൽ വശംവദരായിക്കൊണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ 3 ദിവസത്തെ 40 ദിവസത്തിന്റെ ദഅവ പരിപാടികളിൽ പങ്കെടുത്തവരാണെങ്കിൽ അവരത് കഴിഞ്ഞു വന്നുകൊണ്ട് പറയും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര മനോഹരമായ പ്രവർത്തനമാണ്, കൃത്യമായ ജമാഅത്ത് നിസ്കാരം, ഒറ്റ സുന്നത്തുകളെയും ഒഴിവാക്കുന്നില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഖൗഫ് ഉണ്ടാക്കുന്ന, ദീനിയായിക്കൊണ്ട് ജീവിക്കണമെന്ന് ചിന്തിപ്പിക്കുന്ന നല്ല ക്ലാസുകൾ. ഈ 40 ദിവസം ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴും സുന്നികളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല, മൗലിദിനെ വിമർശിച്ചിട്ടില്ല, മഖാമുകളിൽ പോകുന്നതിനെ വിമർശിച്ചിട്ടില്ല. അവർ വെറും നല്ല പെരുമാറ്റം. ആ രൂപത്തിൽ തന്നെയാണല്ലോ തബ്ലീഗുകാരെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. നല്ല വേഷമായിരിക്കും, നല്ല നീണ്ട താടി, നല്ല ആരും താല്പര്യപ്പെടുന്ന തരത്തിലുള്ള നല്ല വേഷം, കയ്യിൽ ഒരുപക്ഷെ നല്ല തസ്ബീഹ് മാല കാണും. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം, ആ അപകടം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ത്വരീഖത്തുകളെക്കുറിച്ചും തീരുമാനം പൊതുജനങ്ങൾ അറിയിച്ചതുപോലെ 1965 തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞത്. എന്തായിരുന്നു സമസ്തയുടെ തീരുമാനത്തിന്റെ ആകത്തുക? തബ്ലീഗ് ജമാഅത്ത് വഹാബികളെ പോലെ ജമാഅത്തുകാരെ പോലെ ഒരു ബിദ്അഈ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തുമായി ആരും ബന്ധപ്പെടരുത്, അതിൽ വിട്ടു നിൽക്കണം. ബഹുമാനമുള്ള സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഈ രൂപത്തിൽ തീരുമാനമെടുത്തത്? ഇതാണ് നാം അറിയേണ്ടത്. ഇവിടെ കേൾപ്പിക്കപ്പെട്ടല്ലോ, നമ്മൾ ഇവിടെ കൂടി പിരിഞ്ഞു പോയി ഇൻഷാ അല്ലാഹ് ശേഷം ജില്ലാ തലങ്ങളിലും റേഞ്ച് തലങ്ങളിലുമായിക്കൊണ്ട് ഗംഭീരമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് വിവിധ പ്രചരണ പരിപാടികൾ, അതിലേറെ ആദർശ ബോധം നൽകുന്ന വിവിധ പ്രോഗ്രാമുകൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നമ്മൾ അറിയേണ്ടുന്ന കാര്യം, പരിശുദ്ധമായ ദീനിൽ കേവല പ്രവർത്തനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നതാണ്. അതാണ് ഈ വിഷയത്തിലെ പോയിന്റ്. കേവല പ്രവർത്തനങ്ങൾ, അതേത് പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും കേവല പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധമായ ദീനിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടതുപോലെ ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ പരിശുദ്ധമായ ദീനിൽ സ്ഥാനമുള്ളൂ. വിശ്വാസ വൈകല്യത്തോടു കൂടെയുള്ള ഏത് പ്രവർത്തനമാണെങ്കിലും ശരി, ഒരുപക്ഷെ ഒരുപാട് കാശ് ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപാട് സമയം ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളായിരിക്കാം, ആളുകൾ കാണുമ്പോൾ ഏറെ താല്പര്യപ്പെടുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഏത് കാര്യമാണെങ്കിലും, നിസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, സക്കാത്താണെങ്കിലും, സദഖയാണെങ്കിലും, മറ്റെന്ത് കാര്യങ്ങളാവട്ടെ, ഏത് വിഷയമാണെങ്കിലും ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ആര് പ്രവർത്തിക്കുന്നോ അതിന് മാത്രമേ ദീനിൽ സ്ഥാനമുള്ളൂ.
ബഹുമാന്യനായ ഉസ്താദ് അൽഹിദാരി നിങ്ങളെ കേൾപ്പിച്ചല്ലോ പരിശുദ്ധമായ ആയത്തിനെ കുറിച്ച്. അതാണ് തബ്ലീഗ് ജമാഅത്ത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നല്ല നാം നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. കേവല പ്രവർത്തനങ്ങൾ പരിശുദ്ധമായ ദീനിൽ അതിനൊരു പരിഗണനയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദക്രിൻ ഔ ഉൻസ, ആരെന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരെന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും, ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. വലാ യുദ്ലമൂന നഖീറ, അവർക്ക് ഒരിക്കലും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സൽക്കർമ്മങ്ങൾ ആര് ചെയ്താലും, പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ അവിടെ നിബന്ധനയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വഹുവ മുഅ്മിൻ, ആ സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തി ശരിയായ വിശ്വാസമുള്ളവരായിരിക്കണം. ശരിയായ വിശ്വാസത്തോടുകൂടി ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവർക്കാണ് ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, ഈ സ്ഥാനമുള്ളത്, ഈ പ്രതിഫലമുള്ളത്, സ്വർഗപ്രവേശനം എന്നുള്ളത്. പല ആയത്തുകളിലായിക്കൊണ്ട് ഈ വിഷയം പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ചെറുപ്പകാലത്ത് അധികമൊന്നും പഠിക്കാൻ സാധിച്ചില്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മദ്രസാ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു, കൂടുതലൊന്നും ദീനിനെ കുറിച്ച് അറിയാൻ സാധിച്ചിട്ടില്ല, ഇപ്പോഴാണ് ദീനിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും സാധിച്ചത് എന്ന് തബ്ലീഗ് ക്ലാസുകളിൽ പങ്കെടുത്ത അതിന്റെ പ്രവർത്തകരായിക്കൊണ്ടുള്ള ആളുകൾ പലപ്പോഴും പറയാറുണ്ട്.